إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذ قال لقمان ابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് വളരെ പ്രയാസകരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് മയക്കുമരുന്നിൻ്റെ മാഫിയകൾ, അത് ഉപയോഗിക്കുന്ന ആളുകളും വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ വലിയ വലിയ നഗരങ്ങളിൽ, വൻ നഗരങ്ങളിൽ, മഹാരാഷ്ട്ര, മുംബൈ പോലെയൊക്കെയുള്ള വലിയ നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന മയക്കുമരുന്നുകളും അവിടെ നിന്ന് കേട്ടിരുന്ന വലിയ അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിൽ നിന്ന് തന്നെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം വൈലത്തൂരിനടുത്തുള്ള ഒരു സഹോദരൻ, നമ്മുടെ ഒരു പ്രവർത്തകനാണ്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അയൽവാസി വീട്ടിലാണ് ഉമ്മയെ മകൻ വെട്ടിക്കൊന്നത്. കത്തി കൊണ്ട് വെട്ടേറ്റ് മരണത്തിൽ പെടയുന്ന ഉമ്മയെ രക്ഷപ്പെടുത്താൻ അയൽവാസികൾ എത്തി വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമം നടക്കുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ആ ഉമ്മയുടെ തലക്കിടിച്ചു കൊന്നു എന്നതാണ്. വൈലത്തൂര് കാവപ്പുര ആ ഭാഗത്താണ് ഇത് സംഭവിച്ചത്. അപ്പൊ അത് പറയുന്നതിന്റെ അടുത്ത വീട്ടിൽ നിന്നാണ്. ഇങ്ങനെ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പാടില്ലാതെ ഒന്ന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആരൊക്കെയാണ് പ്രശ്നക്കാർ, ആരൊക്കെയാണ് ഈ തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു പുതിയ ലഹരിയുടെ പ്രതിസന്ധിയിലാണ് നമ്മുടെ കൊച്ചു കേരളം പോലും. ദിവസേന നമ്മുടെയൊക്കെ എയർപോർട്ടുകളിലൂടെയും മറ്റു പല കേന്ദ്രങ്ങളിലൂടെയും ഒക്കെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കോടികളുടെ മയക്കുമരുന്നുകളാണ്. എവിടെയാണ് ഇതൊക്കെ വിപണനം ചെയ്തു പോകുന്നത്? നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും. ഇതിപ്പോ എവിടെയെങ്കിലും ഒഴിവുണ്ട് എന്ന് പറയാൻ പറ്റാത്ത അങ്ങാടികളും നഗരങ്ങളുമൊക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും ചോദിക്കുന്നത് എന്തുണ്ട് പരിഹാരം എന്നാണ്. എന്താണ് പരിഹാരം എന്നാണ്. എന്താണ് പരിഹാരം? പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ: നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കൃത്യമായിട്ട് അറിയുക എന്നത്. അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെടുക എന്നല്ലാത്ത ഒരു പരിഹാരം ഇതിനില്ല എന്നത് ചരിത്രത്തോളം സത്യമുള്ള യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ റസൂലായി നിയോഗിക്കപ്പെടുമ്പോൾ ആ മക്കയിലുണ്ടായിരുന്ന മനുഷ്യരുടെ ശീലങ്ങളിൽ ഏറ്റവും അപകടകരമായ ഒരു ശീലം അവർ ലഹരികളുടെ അടിമകളായിരുന്നു എന്നതാണ്. ലഹരിയും വ്യഭിചാരവും ചൂതാട്ടവും പലിശയും കലഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന, സ്വൈരവിഹാരം എന്നത്, സ്വസ്ഥമായിട്ടുള്ള രംഗങ്ങൾ എന്നത് വളരെ കുറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ. ഉക്കാവ ചന്തയിൽ അടിയില്ലാത്ത ദിവസമില്ല എന്നതാണ്. മക്കയിലെ പ്രധാനപ്പെട്ട ഒരു ചന്തയാണ് ഉക്കാവ ചന്ത. ആ ചന്തയിലെ ഏറ്റവും വലിയ അടിക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയെടുത്ത് പറയുന്നത് ഏറ്റവും വലിയ പോക്കിരി അദ്ദേഹമായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ആ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന ദർജയിലേക്ക് ലോകത്തിന്റെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യർ, വിശ്വാസികൾ മുഴുവനും റളിയല്ലാഹു അൻഹു എന്ന പേര് കേൾക്കുമ്പോൾ ഒരു കോരിത്തരിപ്പോടുകൂടി, ഹൃദയത്തിൽ വല്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ഇസ്ലാമിക ചരിത്രത്തിലെ ശക്തനായ രണ്ടാമത്തെ ഖലീഫയായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായി എങ്ങനെ ഉമർ മാറി എന്നത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടതാണ് ഉമറിനെ എല്ലാ അധാർമികതകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അതൊരു ഉമർ മാത്രമല്ല, അതുപോലെ ധാരാളം ആളുകൾ, അവിടെയുള്ള മനുഷ്യരിൽ മുഴുവനും ഉണ്ടായിരുന്ന മോശമായ എല്ലാ പ്രവണതകളിൽ നിന്നും അവർക്ക് മോചനം ലഭിച്ചത് ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ ജനതയിൽ ഉണ്ടായിരുന്ന എല്ലാ അപകടകരമായ പ്രവണതകൾക്കും കാരണം അവർ ശിർക്കിലേക്ക് തിരിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അതൊരു വല്ലാത്ത ഒരു ചോദ്യമാണ്. അവരുടെ കാതുകളിലേക്ക്
സഹിക്കാൻ പറ്റാത്ത തരത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യമായിരുന്നു അത്. നൂഹ് നബി അലൈഹി സ്വലാം ആ ജനതയോട് ചോദിച്ചത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. കൂട്ടരെ, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി നിങ്ങൾക്ക് എന്തൊരു ബേജാറില്ലാത്ത, എന്താ നിങ്ങൾ ആ ഗാംഭീര്യം, അള്ളാഹുവിന്റെ ഗാംഭീര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നാണ്. അള്ളാഹുവിന്റെ ഗംഭീര്യം മനസ്സിലാക്കുക എന്നല്ലാതെ ഏതു അധാർമികതകൾക്കും പരിഹാരം അതിനപ്പുറം വേറെ ഒന്ന് പറയാൻ ലോകത്തിന് മുമ്പിൽ സാധിക്കുകയില്ല. ഒരു കൺവെൻഷന് കൊണ്ടോ എല്ലാ പാർട്ടികളും ഒരുമിച്ച് സംയുക്തമായിട്ടുള്ള പ്രമേയങ്ങൾ പാസാക്കിയത് കൊണ്ടോ, സംയുക്ത ജാഥ നടത്തിയത് കൊണ്ടോ, റാലി നടത്തിയത് കൊണ്ടോ ഇതിന് ശമനം ലഭിക്കുകയില്ല. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ അറിയുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയും ഇതിനില്ല എന്നതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം. അള്ളാഹുവിന്റെ നിയമങ്ങൾ, ആ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ, മനുഷ്യൻ ഭൂമി ലോകത്ത് സ്വീകരിക്കേണ്ടുന്ന അതിർവരമ്പുകൾ, അത് കടന്നു നിങ്ങൾ നാശത്തിലേക്ക് പോകരുത് എന്നാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനതയിലേക്ക് വന്നപ്പോൾ അവരൊക്കെയും പറഞ്ഞത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന ഒരു സമൂഹം, ഒരു ജനതയുണ്ടായപ്പോ ആ ജനതയിലേക്ക് വന്ന പ്രവാചകൻ, കൂട്ടരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെട്ടാലേ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവന്റെ ഹൃദയത്തിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ കോടതിയിൽ ഞാൻ ഇതിന് മറുപടി പറയേണ്ടവനാണ് എന്ന ആ ഒരു തഖ്വാബോധം, ആ ഒരു ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതോടുകൂടി അവൻ അതിൽ നിന്ന് വിരമിക്കൽ നിർബന്ധമായി. എല്ലാത്തിനും പരിഹാരം സൃഷ്ടാവിനെ അറിയുക എന്നതാണ്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുക. എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത്, എന്തിനാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ലഹരി ഉപയോഗിച്ച് ഏതെങ്കിലുമൊക്കെ അരുവുചാലിൽ തലകുത്തി മറിഞ്ഞ് അവിടെ കിടന്ന് ജീവൻ പോവാനാണോ? എന്റെ നാട്ടില് തൊട്ടടുത്ത പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ലഹരിക്ക് അതിന്റെ ഉപയോക്താവായി കഴിഞ്ഞപ്പോൾ ആ സ്ഥലങ്ങളിലുള്ള ആ പരിസരങ്ങളിലെ മുഴുവൻ ആളുകൾക്കും വലിയ ശല്യക്കാരനായി. അവിടെ മാത്രമല്ല, അദ്ദേഹം ധാരാളം നടന്ന് സഞ്ചരിക്കുന്ന ആളാ. വാഹനത്തിലൊന്നും അധികം പോവില്ല. എവിടെയൊക്കെ നടന്നു പോകുന്നുണ്ടോ, കാണുന്ന വാഹനങ്ങളിൽ പോകുന്ന എല്ലാവരെയും വളരെ മോശമായിക്കൊണ്ട് അവരെയൊക്കെ ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ആരെ കണ്ടാലും ചീത്ത വിളിക്കും. കാരണം എന്താ? അവൻ മനുഷ്യനല്ലാതാവുകയാണ്. അവൻ ഉപയോഗിച്ച ലഹരിയാണ് അവനെ ആ കോലത്തിലാക്കിയത്. ആ മനുഷ്യൻ വളാഞ്ചേരിക്കടുത്ത് റോഡ് സൈഡിൽ മരിച്ചു കിടന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾ ദുർഗന്ധം വമിക്കുന്നത് കണ്ടപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജഡം ജീർണിച്ച് പുഴുക്കളരിച്ച് കിടക്കുന്നത് കണ്ടത്. ആലോചിച്ച് നോക്കാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊന്തക്കാട്ടിൽ, റോഡരികിൽ, അരുവുചാലിൽ ഈ മനുഷ്യൻ അങ്ങനെ പുഴുവരിച്ച് തീരുവാനുള്ളതാണോ? അവന്റെ ദൗത്യം എന്താണ്? ഈ ഭൂമി ലോകത്തേക്ക് അവനെ കൊണ്ടുവന്ന, അവനെ പ്രസവിച്ച, അവനെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോടുള്ള കടമ എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ മക്കളോട് അല്ലാഹുവിന്റെ ഈ തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, അഥവാ പരിശുദ്ധ ഖുർആന്റെ ആദർശത്തിലേക്ക്, ആശയത്തിലേക്ക് നമ്മുടെ മക്കളെ വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി എത്തിക്കുക എന്നല്ലാത്ത ഒരു പരിഹാരം നമ്മൾ വേറെ കാണേണ്ടതില്ല. ഒരിക്കലും മറ്റൊന്നും പരിഹാരം അല്ല. ഒരു താൽക്കാലിക ഒരു ജാഗ്രത ഒക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ ജാഗ്രതാ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അവരുടെയൊക്കെ റൈഡുകളും അല്ലെങ്കിൽ അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും അവരുടെ നോട്ടവും ഒക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ സമയത്തേക്ക് ഈ മദ്യലഹരി മാഫിയകൾ ഒന്ന് പിൻവാങ്ങിയേക്കാം. പക്ഷേ അവർ തിരിച്ചു വരും പൂർവാധികം ശക്തിയോടുകൂടി, പൂർവാധികം ലഹരിയോടുകൂടി. ആ സന്ദർഭങ്ങളിൽ അവർക്ക് കിട്ടുന്ന ഇരകൾ നമ്മുടെയൊക്കെ മക്കളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പത്രമാധ്യമങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് ഈ രാജ്യത്തിന്റെ ശക്തരായ ഫാസിസ്റ്റ് പാർട്ടിയുടെ അതിന്റെ നേതാവ് പറഞ്ഞത് എന്താ? മയക്കുമരുന്നിൽ പിടിക്കപ്പെടുന്നൊക്കെ തീവ്രവാദികളാണ്. ആരാ തീവ്രവാദികൾ?
മുസ്ലിങ്ങളാണെന്നാ അങ്ങനെ പറയുന്നത്. ഇപ്പൊ തീവ്രവാദികളാണ്. എവനെന്തു ചെയ്താലും അതിന്റെ ക്രെഡിറ്റ് വരുന്നത് മുസ്ലിമിനാണ്, ഇസ്ലാമിനാണ്. ഈ ചെയ്യുന്ന ആളുകളും ഇതിൽ പ്രതികളാകുന്നവരും ഇതിൽ അടിപ്പെട്ടിട്ടുള്ളവരും അവരുടെ ഇസ്ലാമിക പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പേരുകൊണ്ട് മാത്രം അവർ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിരിക്കാം. നമ്മളതില്ലെന്ന് പറയുന്നില്ല. പിടിക്കപ്പെടുന്നതിൽ നല്ലൊരു ശതമാനവും നല്ല നല്ല പേരുള്ള മക്കളാണ്. എങ്ങനെ അവരതിലെത്തി? അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആ മക്കളോട് നമ്മൾ കാണിച്ചിട്ടുള്ള നമ്മുടെ കൃത്യമായിട്ടുള്ള നിർവഹണം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോ മാതാപിതാക്കളും ശരിക്കും ആലോചിച്ചോ? രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ പിന്നെ നമുക്ക് പ്രത്യേക ഭയപ്പാടിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇന്നിപ്പോ മൂർച്ചയുള്ള കത്തികളൊക്കെ നമ്മൾ തന്നെ ഒക്കെ ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്നുണ്ട് എന്നാണ് ഒരു പൊതു സംസാരം. ഒരു ഉമ്മ പറയുന്നത്, എന്റെ മകൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബേജാറാണെന്നാണ്. ആലോചിച്ച് നോക്കാണ്. ഉമ്മയോ പറയണ കേട്ടോ, അയൽവാസികളല്ല, വേറെ ഏതെങ്കിലും ആളുകളല്ല, പെറ്റു വളർത്തി പോറ്റിയ ഉമ്മ പറയാ, എന്റെ മോന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ബേജാറാണ്. കാരണം അങ്ങനെയാണ് കേൾക്കുന്ന വാർത്തകൾ. സഹോദരങ്ങളെ, ഈ സന്ദർഭങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മോനോട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. വല്ലാത്ത ഒരു രസകരമായ ഒരു പിതാവ് ഒരു മകനോട് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിക്കുക. ചില ആളുകളൊക്കെ ചോദിക്കലുണ്ടല്ലോ, ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മനുഷ്യ നന്മയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മനുഷ്യന്റെ നന്മയ്ക്കുള്ളത് ഈ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചൊരു ചങ്ങാതി ഉണ്ട്. അയാളാ ഇപ്പൊ പറഞ്ഞത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന്. ആ മനുഷ്യന്റെ വായിന്ന് അത് വന്നത്. അവന് പിന്നെ ഖുർആനെ കുറിച്ച് വല്ല ബോധ്യമുണ്ടോ? അവനൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? അവനിതൊരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വിമർശിക്കാൻ വേണ്ടിയെങ്കിലും. അവനാ ഇപ്പൊ പറയുന്നത് ഗവൺമെന്റിനോട്, കുംഭമേളക്ക് പങ്കെടുത്ത കോടാനക്കോടി മനുഷ്യർ മുഴുവനും കഞ്ചാവ് ഉപയോഗിച്ച ആളുകളാണ്, അവർക്കെതിരെ കേസുണ്ടോന്നാ ചോദ്യം. അതുകൊണ്ട് കേരളത്തിൽ ഉടനെ തന്നെ ഈ കഞ്ചാവ് അത് ലീഗലായിട്ട് തന്നെ വിപണനം നടത്തുവാനും അത് ഉപയോഗിക്കാനുമുള്ള അവസരം ഉണ്ടാക്കണമെന്നാ ആ മാന്യദേഹം ഇപ്പൊ അടുത്ത പത്രക്കാരോട് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, എല്ലാ മാതാപിതാക്കളെയും കത്തിക്ക് ഇരയാക്കണമെന്ന് പറയുന്നതിന് തുല്യല്ലേ അത്? ഇപ്പോൾ തന്നെ അല്പമൊക്കെ കർശനമാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ തരത്തിൽ ഈ ലഹരി ഇവിടെ അഴിഞ്ഞാടുമ്പോ അത് നിയമപരമായി കൊണ്ട് തന്നെ ആളുകൾക്ക് കയ്യിൽ വെക്കുവാനും വിൽക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന അധാർമികത, ബോധം, കാടത്തരം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കാണ്. സ്ത്രീകൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞതും ഇവൻ തന്നെയാണ്. പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അടിച്ച് പുറത്തേക്ക് ഓടിക്കണം. എന്തിനാ ഇവരെ പേറുന്നതെന്ന് ചോദിച്ചവൻ അവൻ തന്നെയാണ്. അവനാണത്രേ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ. ഈ തരത്തിലുള്ള ഒരുപാട് അധമന്മാരെ കൊണ്ട് ഈ സമൂഹം അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിയുക. അതിനെല്ലാത്തിനും പരിഹാരം വേറല്ല. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും മനസ്സിലാക്കുക, മനുഷ്യനായി ജീവിക്കുക. അതാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കാര്യം പറഞ്ഞപ്പോ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഒരു ഖുർആൻ വിമർശന വിധേയമായി വായിക്കാനെടുത്തൊരു മനുഷ്യനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയാൻ കാരണമായ ആയത്താണ്. ഡോക്ടർ ഫിലിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ ഉസ്താദുമാര് അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചത് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ നിസാരക്കാരനായിരുന്നില്ല, അഗ്രഗണ്യനായിരുന്നു, അതിസാമർഥ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജനറൽ അറിവും ഇഞ്ചീലിലും തൗറാത്തിലും ഉള്ളതും കൂടി
അടർത്തിയെടുത്ത് അതിനെ എല്ലാം കൂടി ശരിയാക്കിയിട്ട് വളരെ വിദഗ്ധമായിട്ട് രചിച്ച ഒരു രചനയാണ് ഖുർആൻ, അത് ദൈവീക വചനമല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ക്രൈസ്തവ ജൂത പുരോഹിതന്മാർ അവരുടെ ശിഷ്യന്മാരെ. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ഡോക്ടർ ഫിലിപ്പ്, അദ്ദേഹം ഓതുകയാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എന്തൊരു അത്ഭുത! നിങ്ങളിൽ നിന്ന് തന്നെയുള്ള അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, ഉമ്മിയായ, സാക്ഷരനല്ലാത്ത, നിരക്ഷകനായ ഒരാളെ നിങ്ങളിലേക്ക് അല്ലാഹു റസൂലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്താ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളെ സംസ്കരിച്ചെടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരിക എന്നതാണ്. നിങ്ങൾ ആ പ്രവാചകൻ വന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് നിങ്ങൾ വല്ലാത്ത വഴികേടിലായിരുന്നു. നിങ്ങള് എത്ര കൃത്യമായിട്ടുള്ള ആയത്തുകളാ! അവിടെയാണ് സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറയുന്നത്, യാ ബുനയ്യ, പൊന്നുമോനെ എന്നാ വിളിക്ക്. ഈ പൊന്നുമോനെ എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവോ എന്നറിയില്ല. അത്ര രസകരമായിട്ടുള്ള വാപ്പയും മകനും കൂടി ഇരിക്കുമ്പോഴുള്ള വാപ്പയുടെ ആ സംസാരം കേട്ടാൽ തന്നെ തേനിനേക്കാൾ മധുരം അനുഭവിക്കാൻ കഴിയും ആ പ്രയോഗത്തിന് മോനക്ക്. അതാണ് വാപ്പയും മകനുമായിട്ടുള്ള സംസാരത്തിന്റെ ഒരു വല്ലാത്ത ശൈലിയാ ഖുർആൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടെ പറയാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. അതാണ് പറയണത്. എന്നിട്ട് പറയാ ഇന്ന ശിർക ലളുമുൻ അളീം. ഈ ശിർക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അക്രമം. ഒരാൾ കഞ്ചാവ് അടിച്ചു പോകുന്നതിനേക്കാൾ, ഒരാൾ കള്ളുടിച്ചു പോകുന്നതിനേക്കാൾ, ഒരു വ്യഭിചാരിയേക്കാൾ ഇതൊന്നും അതിനൊക്കെ ന്യായീകരിക്കുവാനോ കുറച്ചു പറയാനോ അല്ലട്ട. ഈ ശിർക്കിനെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ ഇതൊന്നും പിന്നെ അവനിൽ ഉണ്ടാവില്ല. അവൻ പിന്നെ കഞ്ചാവിലേക്ക് പോവില്ല, അവൻ പിന്നെ വ്യഭിചാരി ആവുകയില്ല, അവൻ പലിശക്കാരനാവുകയില്ല. അവൻ ഏതൊക്കെ ആളുകൾക്ക് ഉപദ്രവകരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്നും മുഴുവനും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ശിർക്ക്. അതാണ് ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതാണ് എന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തൊരു സമൂഹമാണ് നമ്മുടെ മുമ്പിൽ ഭൂരിപക്ഷം. ഇവിടുത്തെ ക്രൈസ്തവരാവട്ടെ, മറ്റു സഹോദരങ്ങളാവട്ടെ, അവരൊക്കെയും സ്രഷ്ടാവായ ഏകനായ ആ ഒരു സ്രഷ്ടാവ് മതി എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ ആ സ്രഷ്ടാവിന് പുറമെയുള്ള പല ആളുകളെയും വിളിച്ച് അവരോടുകൂടി ആവലാദികളും വേവലാദികളും പറയുക എന്നതാണ് അവർക്ക് വന്നിട്ടുള്ള അപകടം. അതേ അപകടമാണ് മുസ്ലിം ഉമ്മത്തിലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും വന്നിട്ടുള്ളത്. അല്ലാഹു മതി എന്ന് പറയുന്നവരാണവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. പക്ഷേ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് വിളിക്കുവാനും പറയുവാനും ഒരുപാട് നാമങ്ങളുണ്ട്, ആളുകളുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്രതീക്ഷാ സ്ഥാപനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നാണ് പെരിന്തൽമണ്ണക്കടുത്തുള്ള കൊടക്കാട്, മണ്ണാർക്കാടിനടുത്തുള്ള കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നൂറെ ഹബീബ് എന്ന ഒരു വ്യാജ മഹ്ളറ അത് നടത്തുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ദീനീപരമായിട്ടുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തതാണ്. വ്യക്തിപരം എന്നതുകൊണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ ഒരുപാട് ചൂഷണ മുറകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ആലോചിക്കുകയും അതൊക്കെയും സുന്ദരമായിട്ട് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസമില്ലെങ്കിലും ഈ തരത്തിലുള്ള കാര്യത്തിൽ നല്ല ഒരു കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അയാളൊരു കൊടിമരം നാട്ടി തന്റെ വീടിന്റെ മുറ്റത്ത്. ആ കൊടിമരത്തിന് അടിയിൽ അദ്ദേഹം തന്നെ ആദ്യം കുറെ പൈസ 50-ന്റെയും 100-ന്റെയും 20-ന്റെ ഒക്കെ കൊണ്ടുപോയിട്ട് വിതറി. കൊടിമരത്തിന്റെ അടിയിൽ കുറെ പൈസ. അതിങ്ങനെ കാണുന്ന അവിടുത്തെ ഭക്തജന കണ്ടു കഴിഞ്ഞാൽ അവിടെ പൈസ ഇടണം എന്നുള്ള ബോധ്യം വന്നു. ആദ്യം അവരുടെ, നമ്മുടെ നാട്ടിലെ എല്ലാ കറക്ക് കമ്പനിക്കാരും അങ്ങനെ ചെയ്യാം. നമുക്കറിയാലോ, പഴയ കാലത്തൊക്കെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ മുച്ചീട്ട് കളിക്കാർക്ക്
അവരുടെ കൂട്ടുകാരുണ്ടാവും. അവരിങ്ങനെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെക്കുന്നതിൽ പൈസ കിട്ടും. ഇത് കാണുന്ന ഒരു പാവപ്പെട്ടവൻ ഇത് തരക്കടില്ല, 100 വെച്ചാ 200, 200 വെച്ചാ 300, ഇതിങ്ങനെ കിട്ടുന്നതാണല്ലോ. ഈ പാവപ്പെട്ടവനും കൊണ്ടുപോകും, അവന് കിട്ടൂല. അതൊരു സത്യമാണ്. അത് അവരുടെ തന്നെ ചില ആളുകളാണ്. ഇതിനൊക്കെ അവർക്ക് തന്നെ ആളുകളുണ്ട് മാർക്കറ്റ് ചെയ്യാൻ. നമ്മുടെയൊക്കെ നാട്ടിൽ വലിയ വലിയ മഹവറകളിൽ, മജ്ലിസുകളിൽ 1,00,000 റുപ്യ സംഭാവന തരാൻ ആരാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോ ഉടനെ തന്നെ ഒരാൾ എഴുന്നേറ്റ് 1,00,000 ഞാൻ തരാന്ന് പറയണ ആരാന്നറിയോ? വ്യാജനാണ്, കപടനാണ്, അവന്റെ തന്നെ സ്വന്തം ആളാ. അവൻ പറഞ്ഞു ഉറപ്പിച്ചിരിക്കുക, ഞാൻ അങ്ങനെ ചോദിക്കുമ്പോ 1,00,000 തരാന്ന് പറയണോട്ടോ. അപ്പൊ കാണുന്ന ആൾക്കാര് 1,00,000 മൂപ്പര് കൊടുത്തു. അപ്പൊ 1,00,000-ന്റെ കഴിഞ്ഞു, ഇനി 75,000 തരാൻ ആരാ ഉള്ളത്? അപ്പോഴും ഉണ്ടാവും ഒരാള്, അയാള് പറയും ഞാൻ തരാറ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളഹാനോട് കുറെ പ്രാർത്ഥന. അങ്ങനെ ചോദിക്കും, ഇനി 50,000 തരാനാണ്. അപ്പൊ പിന്നെ സദസ്സിൽ തന്നെ ഇളകൽ തുടങ്ങും. 1, 2, 3 ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. എങ്ങനെയാണത്? ഈ പരിപാടി എങ്ങനെയാ? അതിനു വേണ്ടി ഒരു കൊടിമരം നാട്ടി അതിന്റെ അടിയിൽ സാധാരണ ഒരു മരം നട്ട് കഴിഞ്ഞാൽ നമ്മള് എന്താ വളടല്? ആ മരത്തിന് ആവശ്യമുള്ളതാ. ഇയാള് വളട്ടത് കുറെ പൈസയാ, കുറെ രൂപകളാ. അത് കണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾ പിന്നെ പൈസ ഇടാൻ തുടങ്ങി. ഇപ്പൊ പൈസ കുറെ ആയി അതില്. അപ്പോഴാണ് ഒരു മുസ്ലിയാർ, സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ പ്രതികരണങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു മുസ്ലിയാർ, അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു പണിയായി ചെയ്യുന്നത്? അതിന്റെ ഇടയിൽ ഈ പൈസ ഇടിക്കുന്ന സമ്പ്രദായം. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാ. നോക്കൂ നിങ്ങൾ, ഞാൻ അങ്ങനെ സംഭവം അറിഞ്ഞ, എല്ലാം അറിയുന്ന തങ്ങളാണ്. പക്ഷെ മൂപ്പര മുറ്റത്തെ ആൾക്കാർ പൈസ കൊടുത്തിട്ട് മൂപ്പര അറിഞ്ഞില്ല. എന്നിട്ട് മൂപ്പര കൊടിമരത്തിനൊരു കറാമത്തും പറഞ്ഞുണ്ടാക്കി. എന്താ സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള ശിർക്കിന്റെ കേന്ദ്രങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ട് ഇതിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുസ്ലിം ഉമ്മത്തിനോട് ചെയ്യുന്ന വല്ലാത്ത അക്രമമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, 2-3 ദിവസമായിട്ട് ഈ കൊടിമരത്തിന്റെ മുകളിൽ 2 കാക്കകൾ വന്നിരിക്കുന്നു. അത് സാധാരണ കാക്കകളല്ല. എന്നിട്ട് ആ കാക്കകൾ ഇങ്ങനെ കരയാണ്. അങ്ങനെ മൂപ്പർക്ക് ആദ്യത്തെ ദിവസം ഇത് പിടുത്തം കിട്ടില്ല, എന്താ കാക്ക വന്ന് കരയണം. പിന്നെ മൂപ്പർക്ക് ഇൽഹാമുണ്ടായി, എന്തുകൊണ്ടാ കാക്ക വന്ന് കരയുന്നത്. അപ്പോഴാണ് ബോധ്യപ്പെട്ടത്, തൻ്റെ അടുത്ത് വരുന്ന ഭക്ത ജനങ്ങളായിട്ടുള്ള സ്ത്രീകളിൽ ശരീരശുദ്ധിയില്ലാത്ത സ്ത്രീകൾ, അഥവാ നമസ്കാരം പാടില്ലാത്ത സമയമുള്ള സ്ത്രീകൾ, അവര് വന്നിട്ട് ഈ കൊടിമരത്തെ പിടിക്കുന്നുണ്ട്. എന്തിനാ പിടിക്കണത്? വെറുതെ പിടിക്കുക, ചുംബിക്കാനാണ്, ബർക്കത്ത് എടുക്കാനാണ്. അതിനാ പിടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോ എത്ര പോരം മരങ്ങൾ അവിടെ ഉണ്ട്, എവിടെയെങ്കിലും പോയി പിടിച്ചാ പോരെ. അപ്പൊ ഈ അശുദ്ധിയുള്ള സ്ത്രീകൾ തൊട്ടത് കൊണ്ട് ഈ കൊടിമരം അശുദ്ധമായിട്ടുണ്ട്. അതാണ് കാക്കകൾ വന്ന് ഈ ഒച്ചപ്പാടുണ്ടാക്കാൻ കാരണം. നോക്കൂ നിങ്ങൾ, ഓരോ കറാമത്ത് ഇങ്ങനെ ഓരോന്നുണ്ടാക്കുക. ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് മുഴുവനും ലഅനത്താക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്തായി പറഞ്ഞ ദാത്തു അംവാത്തിലേക്കാണ് ഇതെല്ലാം പോവുക. ഇജ്അൽ ലനാ ദാത്തു അംവാത്ത്, റസൂലുള്ളാഹിയോട് പറഞ്ഞു സ്വഹാബാക്കളിൽപ്പെട്ട ആളുകൾ. മുശ്രിക്കുകൾക്ക് അവർക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരണ്ട് നബിയെ. കണ്ടോങ്ങൾ, ഈ മരം ഇന്നൊന്നിലെ തുടങ്ങിയതല്ലതേ. ഈ മരത്തിൽ നിന്ന് ബർക്കത്തെടുക്കുക, മരം കൊണ്ട് ഇങ്ങനെ നാട്ട കൊടി, ഇതൊക്കെയും ആ മുശ്രിക്കുകളുടെ അതിൽ നിന്ന് വന്നതാ. അവിടെ റസൂലുള്ളാഹി അതിശക്തമായി കൊണ്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തു പറ്റിക്കൂട്ടരെ, നിങ്ങൾ ഇലാഹുകളെയാണോ ചോദിക്കുന്നത്? ശിർക്കിലേക്കാണ് അതൊക്കെ പോകുന്നത്. ആയതുകൊണ്ട് ഈ തരത്തിലുള്ള മുഴുവൻ അപകടകരമായിട്ടുള്ള പ്രവണതകൾ മുസ്ലിം ഉമ്മത്തിൽ മുഴച്ചു തഴച്ചു വളർന്നു നിൽക്കുമ്പോ ലഹരിക്കെതിരെ, ഈ പ്രതിസന്ധികൾക്കെതിരെ എന്തു പരിഹാരമുണ്ടെന്ന് ചോദിക്കുന്നവരോട് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗപ്പെടുത്തി വിജയിച്ച ലോകത്തിന്റെ മുമ്പിൽ ചരിത്ര സത്യമായ ലക്ഷക്കണക്കിന് മനുഷ്യരെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ലോകത്തിന്റെ മുമ്പിൽ സമന്മാരില്ലാത്ത അത്ര സമുന്നതരാക്കി മാറ്റിയ ഒരു സാംസ്കാരിക ഗ്രന്ഥം, ആളുകളെ കൃത്യമായിട്ട് സംസ്കരിച്ചെടുക്കുന്ന വേദവെളിച്ചം, അത് നമ്മുടെ സ്രഷ്ടാവിൽ നിന്നുള്ള പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ പരിശുദ്ധ ഖുർആനിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിന്നേ പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തരത്തിൽ നമ്മൾ ഇതൊക്കെയും നമ്മുടെ വീട്ടിൽ വരുമ്പോ നോക്കാം എന്ന് വിചാരിച്ചിരിക്കണ്ടോ. നല്ല ജാഗ്രത ഉണ്ടായിക്കോട്ടെ. നല്ല ആ തരത്തിലുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലെ വല്ല മുർക്കാൻ കടകളിലോ പലചരക്ക് കടകളിലോ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ സ്വന്തം പിതാവാണെങ്കിൽ വരെ, സ്വന്തം മകനാണെങ്കിൽ വരെ അരുതേ എന്ന് പറയുവാനും അവസാനിപ്പിക്കുവാനും നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം.
നമ്മൾ അയൽവാസിന്റെ പീടിയല്ലേ, നമ്മൾ സാധാരണ സാധനം മേടിക്കുന്ന പീടിയല്ലേ, അത് അമ്മായി കാക്കാന്റെ പീടിയല്ലേ, എളാപ്പാന്റെ ഒന്നും നോക്കണ്ട. അതൊന്നും ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്, സമാധാനത്തിന് അപകടകരമായ, മനുഷ്യരുടെ ജീവന് വിലയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ തരത്തിലുള്ള മയക്കുമരുന്നുകൾ എത്ര ചെറിയ തോതിലാണെങ്കിലും നമ്മുടെ ഒന്നും മഹല്ലുകളിൽ, നമ്മുടെ ഒന്നും ചുറ്റുപാടുകളിൽ ഒരു കടകളിലും ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധി ആ കടക്കാരൻ ആദ്യം ഉണ്ടായിരിക്കണം, ആ കടയുമായി ബന്ധപ്പെടുന്നവർക്കും ഉണ്ടായിരിക്കണം. ഒരു ദയാദാക്ഷിണ്യവും അവിടെ കാണിക്കേണ്ടതില്ല. കാരണം അത് ഈ സമൂഹത്തോട്, സമുദായത്തോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും എന്നതുകൊണ്ട് നല്ല ജാഗ്രതയുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ് ഇസ്സത്തുള്ള ഒരു സമുദായമായി അല്ലാഹു മുസ്ലിം സമുദായത്തെ നിലനിർത്തി തെരുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ട് സഹോദരങ്ങൾ ചോദിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉറക്കനെ ഇമാമ് ഖിറാത്ത് ചെയ്യുന്ന നമസ്കാരങ്ങളിൽ, അഥവാ ഫജ്ർ, മഗ്രിബ്, ഇശ പോലെയുള്ള നമസ്കാരങ്ങളിൽ, ജുമുഅക്കൊക്കെയുള്ള നമസ്കാരങ്ങളിൽ മഅ്മൂമായ ആളുകൾ ഇമാമ് ഓതുന്നത് പോലെ കൂടെ ഓതേണ്ടതുണ്ടോ എന്നതാണ്. അപ്പൊ അതിന് ഒരു സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിലും ഒരുപാട് റിപ്പോർട്ടുകളായിട്ട് വന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജ്ർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഫജ്ർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം റസൂലുള്ള ഖിറാത്ത് ചെയ്തു. ചില ആളുകളും റസൂലുള്ളയോടൊപ്പം ഖിറാത്ത് ചെയ്തു. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ള ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ ഇമാമിന്റെ പിന്നിൽ നിസ്കാരം തുടങ്ങുമ്പോൾ ഇമാമ് ഖിറാത്ത് ചെയ്യുമ്പോൾ നിങ്ങളും ഖിറാത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, നാം ഉണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഖിറാത്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ശരിക്കും അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു താക്കീതുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇമാമിനോടൊപ്പം ഖിറാത്ത് ചെയ്യാൻ ഫാത്തിഹ സൂറത്ത് മാത്രമേ പാടുള്ളൂ. അപ്പൊ അവിടെ രണ്ടു കാര്യങ്ങൾ മനസ്സിലായി. ഫാത്തിഹ സൂറത്ത് എന്ത് ചെയ്യണം? ഇമാമും മഅ്മൂമും ഓതണം. അവിടെ ഇമാമിന്റെ ഒപ്പമാണ് ഓതേണ്ടത് എന്നതിൽ ഒരുപാട് സൂചനകളുണ്ട്. കാരണം ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അത് പ്രശ്നമാണ്. ഒന്നാമത് ഇമാമ് കേൾക്കെ ഓതാനും പാടില്ല, അടുത്ത് നിൽക്കുന്ന ആൾക്ക് തന്നെ തശ്വീഷ് ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ഖിറാത്ത് ഉണ്ടാവാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. ഇവിടെ ഇമാമിന്റെ ആമീനും മഅ്മൂമിന്റെ ആമീനും ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ മലക്കുകളുടെ കൂടി ആമീൻ ഒരുമിച്ച് വരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഗഫിറ ലഹു, നിങ്ങൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്. അതിനുള്ള ചാൻസ് ഉണ്ട് അത് എന്നാണ്. അപ്പൊ ഇമാമ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതി കഴിഞ്ഞാൽ നമ്മളും അതിന്റെ ഒപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതി വന്ന് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഇമാം ഓതുമ്പോൾ ആ ഇമാം ഓതി കഴിയുന്നതോടുകൂടി നമ്മളും വലദ്ദാല്ലീൻ എന്ന് ഓതിയാൽ രണ്ട് ആമീനും കൂടി ഒരുമിച്ച് വരും. അവിടെ ആമീൻ എന്ന് പറയേണ്ടതില്ല. ആമീൻ ആമീൻ ആക്ക് കുറേ ആണ്ട് നീട്ടണ്ട, മീമിന് ഒരു ലേശം ഒന്ന് കൂട്ടിയിട്ട് ആമീൻ. അല്ലാഹുവേ, നീ
ഉത്തരം നൽകു എന്നാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന 4 കാര്യങ്ങൾ ചോദിച്ചതിനാണ് ഇവിടെ ആമീൻ പറയേണ്ടത്. അപ്പൊ അവിടെ ഉത്തരം നൽകൂ എന്നതിന് ഇങ്ങനെയാണ് വരേണ്ടത്. അത് ആ ആമീൻ എന്ന് പറയുമ്പോൾ പള്ളിയിൽ തന്നെ ഒരു കുലുക്കം, ഒരു ശബ്ദം, ഒരു പ്രത്യേകമായിട്ട് ഇത്രയും ആളുകൾ ഉണ്ടാവുമ്പോൾ ആ ആമീൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇതാ ഇവിടെ അള്ളാഹുവിന്റെ അടുത്ത് ഉത്തരം കിട്ടാനുള്ളതാണ്. അവിടെ മലക്കുകളുടെ ആമീൻ കൂടി അതിനോട് കൂടി വന്നാൽ എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങളിലൊക്കെ ചില പാപങ്ങളൊന്ന് പുറത്തു തരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് എന്നുകൂടി മനസ്സിലാക്കി ആ ഒരു നിയത്തോടുകൂടി ഇമാം ഒലബ്ബോലീൻ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ഫാത്തിഹ സൂറത്തും അതോടുകൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇമാമ് ഓതുന്ന ഖിറാഅത്തിനെ കേൾക്കുക, ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക എന്നതാണ്. അപ്പൊ പിന്നെ വേറൊരു ഖിറാഅത്ത് ഫാത്തിഹ ആയിട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും സൂക്ഷ്മത. അതിലേക്കാണ് എല്ലാ തെളിവുകളും വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ കാര്യമാണ് പറയാനുള്ളത്. അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നമസ്കാരങ്ങളിലും ഈ തരത്തിലുള്ള സൂക്ഷ്മതകൾ, ഈ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ആവശ്യം. ഇപ്പോൾ ഒരാൾ ചോദിച്ചാലും അത് ഒരുപാട് ആളുകളിലേക്ക് അതിന്റെ മറുപടി എത്തും. ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഇൻഷാ അല്ലാഹ് ഒന്നാമത് നോക്കേണ്ടി വരും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ അന്വേഷിച്ച് അതിന്റെ കൃത്യത ബോധ്യപ്പെട്ടാൽ പറയുമ്പോൾ കുറെ ആളുകളിലേക്ക് അത് എത്തും എന്നതുകൊണ്ടാണ് ചോദിക്കുന്നവരോട് അപ്പോൾ തന്നെ അത് പിന്നെ പറയാത്തത്. അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യും. അള്ളാഹു ആ തരത്തിലുള്ള ഉപകാരപരമായിട്ടുള്ള ഇൽമുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അതിലെ പോരായ്മകൾ, അതിലെ പ്രശ്നങ്ങൾ അള്ളാഹു നമ്മൾക്ക് പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഗുരുനാഥന്മാർ, അവരോട് വിശ്വാസികളായിക്കൊണ്ട് ബർസഖിയായ ലോകത്ത് കഴിയുന്നവർ, അവരെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവേ, അവരുടെ ബർസഖിയായ ലോകത്ത് നീ സന്തോഷമുള്ളതാക്കി കൊടുക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ ഖബർ എപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ അത് തുറക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അള്ളാഹുവേ, എപ്പോഴായാലും യാതൊരു ബാധ്യതകളും ബാക്കിയില്ലാതെ, ഒരു കറകളും ബാക്കിയില്ലാതെ ഈ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള നോമ്പുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ദുആകൾ, ഞങ്ങളുടെ ദിക്റുകൾ, അള്ളാഹുവേ, ഞങ്ങളുടെ സ്വതക്കകൾ, അള്ളാഹുവേ, ഞങ്ങളുടെ സകാത്തുകൾ, അള്ളാഹുവേ, അതിന്റെ എല്ലാവിധ പോരായ്മകളും പരിഹരിച്ച് ഞങ്ങളുടെ ഖബറിൽ ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അമലു സ്വാലിഹാത്തുകളായി അള്ളാഹുവേ നീ സ്വീകരിക്കണേ നാളെ മഹ്ശറ വൻസഭയിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും അനുകൂലമായി ആ സ്വർഗപ്രവേശനം ലഭിക്കുന്ന നോമ്പുകളായി അള്ളാഹുവേ നീ സ്വീകരിക്കണേ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നിന്റെ ഇഷ്ടജനങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.